മാഷിന്റെ പെണ്ണ്. രചന റഹ്ന റാസിഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പതിപോലെ ക്ലാസ്സിൽ കയറി വന്ന വിപിൻ മാഷ് ആദ്യം കണ്ടു തന്നെ വൃന്ദയാണ്. എങ്കിലും കണ്ട ഭാവം കാണിക്കാതെ മാഷ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ബെല്ലടിച്ചപ്പോൾ മാഷ് ക്ലാസ് എടുത്തിയ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. മാഷേ ഒന്ന് ഇന്നേ. വിപിൻ മാഷേ നോക്കിയപ്പോൾ വൃന്ദയാണ്. ഓടിക്കിതച്ച് വരുന്നുണ്ട് മാഷിന് നേരെ. എന്താ നീ നിനപ്പ് ഇങ്ങോട്ട് വന്ന്? എനിക്ക് പിന്നീട് ക്ലാസ് ഉള്ളല്ലേ? മാഷി ദേഷ്യത്തോടെ ചോദിച്ചു. ആ ക്ലാസ് ഒക്കെ ഉണ്ട്, ഞാൻ ഒരു കാര്യം പറയാൻ വന്നാ, പറഞ്ഞിട്ട് പൊക്കോളാം. ഓ എന്താണാ പറയുന്നത് തുലക്ക്? മാഷി ദേഷ്യത്തോടെ പറഞ്ഞു. അതെ ഞാൻ എത്രയായി പറയുന്നു, മാഷി എന്താ മുണ്ടെടുക്കാത്തെ? എത്ര നാളായി പറയുന്നു ഒന്ന് മുണ്ടെടുത്ത് വരാൻ? അതാണ് കാര്യം, നീ പറയുമ്പോൾ മുണ്ടെടുക്കലാണോ എൻ്റെ പണി? എനിക്ക് വേറെ പണിയില്ലേ? മാഷെ പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അത് ഓണ സെലിബ്രേഷന് മാഷ് മുണ്ടെടുത്ത് വന്നപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു മാഷിനെ കാണാൻ. അതുകൊണ്ടല്ലേ ഒരു തവണ. നിനക്ക് ഭ്രാന്താണോ വൃന്ദ എന്നെ പിറകെ ഇങ്ങനെ നടക്കാൻ? ആ ഭ്രാന്ത് തന്നെയാ. എന്താ അത് പോട്ടെ, എന്നെന്തിനാ വാട്സാപ്പിൽ ബ്ലോക്ക് ആക്കി? പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പിന്നെ എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ നീ എനിക്ക് കോളേജിൽ സമാധാനം തരുന്നില്ല. അതുകൂടാതെയാ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നത്. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്? ഞാൻ നിന്റെ അധ്യാപകനാ, അത് മറക്കേണ്ട നീ. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എങ്ങനെ അതുപോലെ തന്നെയാ നീയും എനിക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ് എന്ന രീതിയിൽ പോലും എനിക്ക് തന്നെ ഇപ്പം ഇഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പിക്കലാ താൻ. മാഷ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മാഷിനെ ഇഷ്ടം. ഇത് ഞാൻ ഈ കോളേജിൽ വന്ന കാലം മുതൽ പറയുന്നല്ലേ. ഇപ്പം സെക്കൻഡ് ഇയർ ആയി, അതായത് 2 വർഷമായി ഈ വൃന്ദ മാഷിൻ്റെ പുറകെയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. മാഷ് ഒരിക്കലും എന്നോട് ഇഷ്ടം പറയും, എൻ്റെ സ്നേഹം എന്തെങ്കിലും മാഷ് തിരിച്ചറിയും, എനിക്ക് ഉറപ്പാ. അതെ ഞാനേ ഈ മാഷിൻ്റെ പെണ്ണാ. ദേവയുടെ മുഖം നോക്കിയാൽ തന്നാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞ തന്നെ ഇഷ്ടമാണെന്ന് കാത്തിരുന്നോ എന്ന തായം. മാഷി തരുന്ന എന്തായാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അടിയായപ്പോലും എന്നെ മാഷിയിരുന്നല്ലേ. ഇവൾക്ക് മുഴുത്ത വട്ട, പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല. അതും പറഞ്ഞ് മാഷ് നടന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കോളേജ് വീണ്ടും ഒരു അധ്യയന വർഷത്തെ സ്വീകരിച്ച്. വൃന്ദ ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. എല്ലാ കുട്ടികളെയും പോലെ അവൾക്ക് അവസാന വർഷം വളരെ വേഗത്തിൽ കടന്നു പോകുന്ന പോലെ തോന്നി. ഇതിനിടയിൽ വിപിൻ മാഷെ ശല്യം ചെയ്യുന്ന കുറച്ച്. ക്ലാസ്സിലാണെങ്കിൽ മറ്റു കുട്ടികളെ പോലെ മാഷിന്റെ ക്ലാസ് മാത്രം ശ്രദ്ധിച്ചു. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞു വരുന്ന വിപിൻ മാഷ് ദൂരെ നിന്ന് തന്നെ വാഗയുടെ ചുവട്ടിലിരിക്കുന്ന വൃന്ദയെ ശ്രദ്ധിച്ചിരുന്നു. അവളിപ്പോൾ ആകെ മാറി. പഴയതുപോലെ പിന്നാലെ നടന്ന് തന്നെ ശല്യം ചെയ്യാറില്ല. വാട്സാപ്പ് അൺബ്ലോക്ക് ചെയ്തിട്ടും പഴയതുപോലെ മെസ്സേജ് അയക്കാറില്ല. സത്യം പറഞ്ഞാൽ ഇവളിപ്പോൾ മിണ്ടാ നടക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ്. അവളുടെ വായാടിത്തരം തനിക്ക് അത്രമേലായിരുന്നു എന്ന് അവളുടെ ഇപ്പോഴത്തെ നിശബ്ദത വിളിച്ചു പറയുന്നുണ്ട്. തൻ്റെ പുറകെ നടന്ന് മാഷേ എന്നുള്ള ആ വിളിയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ. ഇനി അവൾ പറയുന്ന പോലെ തനിക്ക് അവളോട് ഇഷ്ടം തോന്നിയോ? ആകെ വട്ടുപിടിക്കുന്ന അവസ്ഥ. അവളെ കണ്ടിട്ട് സംസാരിക്കാതിരിക്കാനും പറ്റുന്നില്ല. അവസാനം മാഷ് തന്നെ വൃന്ദയുടെ അടുത്തേക്ക് ചെന്നു. വൃന്ദ താനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? തന്നിപ്പോൾ കാണാറില്ലല്ലോ. ശബ്ദം കേട്ട് വൃന്ദ തിരിഞ്ഞു നോക്കിയപ്പോൾ വിപിൻ മാഷാണ്. ആ മാഷോ? ഒന്നുമില്ല മാഷേ, വെറുതെ ഇരുന്നാ. കാണാൻ മാഷിനെ നോക്കാറില്ലല്ലോ. ഞാനല്ലേ മാഷിനെ പുറകെ നിന്ന് ശല്യം ചെയ്യാറ്. ഇപ്പം അതൊക്കെ നിർത്തി. ഈ സ്നേഹവും പരിഗണനയൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ലോ. ഞാനത് മനസ്സിലാക്കിയില്ല. തൊണ്ടയിടറി അവൾ അത്രയും പറഞ്ഞപ്പോൾ വിപിൻ മാഷിന്റെ മനസ്സിൽ അവളോട് സഹതാപം തോന്നി. അങ്ങനെയല്ലടോ, ഞാൻ തന്നെ അധ്യാപകനല്ലേ. പിന്നെ ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ കുസൃതിയായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എന്ത് കണ്ടിട്ടാ താൻ എൻ്റെ പുറകെ? അതാ എനിക്ക് എന്ത് പറയണമെന്നറിയാൻ മാഷി കുഴങ്ങി. വേറൊരു ഇഷ്ടമായിരുന്നില്ല മാഷെ. മരിച്ചുപോയ എൻ്റെ അമ്മയെ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാഷിനെയാണ്. പിന്നെ എന്ത് കണ്ടിട്ടാണെന്ന് മാഷി ചോദിച്ചില്ലേ? ഒന്നും കണ്ടിട്ടല്ല. മാഷിനേക്കാളും ഭംഗിയുള്ള നിരവധി പേരുണ്ട് നമ്മുടെ കോളേജിൽ, മാഷിനേക്കാളും പണമുള്ളവർ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട മാഷിനെയാണ്. ചോദിച്ചാൽ അങ്ങനെ പറയാൻ കാരണങ്ങളൊന്നുമില്ല. ഒരിഷ്ടം അത്ര തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതില്ലാതെ അവരുടെ ഇഷ്ടം ഇല്ലാതാവില്ലേ? അതിന് സ്നേഹം എന്നൊക്കെ പറയാൻ കഴിയുക. ഇനി ഏതായാലും ക്ലാസ് അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മാഷി എനിക്കൊരു മറുപടി തരണം. പിന്നെ യെസ് ആയാലും നോ ആയാലും ഞാൻ സ്വീകരിക്കും. അത്രയും പറഞ്ഞൊരു പുഞ്ചിരിയോടെ വൃന്ദ കടന്നുപോയപ്പോൾ അന്ന് ആദ്യമായി അവളുടെ കണ്ണിലെ തന്നോടുള്ള പ്രണയം വിപിൻ മാഷി കാണുകയായിരുന്നു. ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. വീണ്ടും ഒരു അധ്യയന വർഷത്തിന് കൂടി വിടവാങ്ങലിന്റെ സമയമായെന്ന് അറിയിച്ചുകൊണ്ട് കോളേജിലെ മഹാഗണി മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു തുടങ്ങി. ഇതിനിടയിൽ വൃന്ദ കോളേജിൽ വരുന്നതിന് കുറവായിരുന്നു. അവളുടെ ആ സാന്നിധ്യം തന്നെ എത്രമാത്രം അസ്വസ്ഥനാക്കുന്നുണ്ടെന്ന തിരിച്ചറിവിൽ വിപിൻ മാഷ് മനസ്സിലാക്കിയായിരുന്നു അവളോടുള്ള തൻ്റെ ഇഷ്ടം. അതെ, താനും വൃന്ദയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവളെ കാണാത്തതിൽ തനിക്ക് ഇത്രമാത്രം ഫീലാവില്ല. യെസ്, താനും ഇന്ന് അവളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും നാൾ അവളുടെ സ്നേഹം കാണാതെ പോയ തന്നോട് തന്നെ വിപിൻ മാഷിന് വെറുപ്പ് തോന്നി. കോളേജിലെ അവസാന ദിവസം തൻ്റെ ഇഷ്ടം പറയാനായി മാഷി കാത്തിരുന്നു. അവസാന ആ ദിവസം വന്നെത്തി. അന്ന് പതിവിൽ നേരത്തെ മാഷി വീട്ടിൽ നിന്നിറങ്ങി. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ മുണ്ടെടുത്തുകൊണ്ട് തന്നെ കോളേജിന്റെ അടുത്തെത്തിയ നിറയെ ആൾക്കൂട്ടം കണ്ടു. റോഡിൽ രക്തം പരന്ന് കിടക്കുന്നു. മാഷിന് കാര്യം മനസ്സിലായില്ല. എന്തോ അപകടം നടന്നിട്ടുണ്ട്.
മാഷ് അടുത്ത കണ്ട കോളേജിലെ ഒരു കുട്ടിയോട് കാര്യം ചോദിച്ചു. ആ മാഷെ, നിയന്ത്രണ ലോറി നമ്മുടെ കോളേജിലെ കുട്ടിയുടെ ദേഹത്തിടിച്ചു. ഈശ്വര, നമ്മുടെ കോളേജിലെയോ? അതെ മാഷെ, നമ്മുടെ കോളേജിലെ ഫൈനൽ ഇയർ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്, ഒരു വൃന്ദ വിശ്വനാഥ്. ആ പേര് കേട്ടത് വിപിൻ മാഷി ഞെട്ടിപ്പോയി. തലച്ചോറ് പിളർന്നു പോകുന്ന പോലെ. എങ്കിലും സർവ്വശക്തിയും എടുത്ത് മാഷ് വണ്ടിയിൽ നിന്നിറങ്ങി കോളേജ് ലക്ഷ്യം വെച്ച് ഇറങ്ങി ഓടി. അവിടെ എത്തിയത് മാഷി കണ്ടത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന വൃന്ദയെ. മാഷ് ഓടിച്ചെന്ന് ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവളെ കോരിയെടുത്ത് നെഞ്ചോടി ചേർത്തു. വൃന്ദ, കണ്ണൂർക്ക് മോളെ, നിന്റെ മാഷാണ്, കണ്ണൂർക്കാർ. മാഷേ, വിറക്കുന്ന ചുണ്ടുകളോട് അവൾ വിളിച്ചു. മാഷിന്ന് മുണ്ടെടുത്തു. അത് മുഴുമിക്ക് മുന്നേ ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. വൃന്ദ! ഒരർച്ചയോടെ വിപിൻ മാഷ് പൊട്ടിക്കരഞ്ഞു. വൃന്ദ, എനിക്ക് നീലാ പറ്റില്ല വൃന്ദ, അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. ഐ ലവ് യു വൃന്ദ. വിപിൻ മാഷ് പുലമ്പിക്കൊണ്ടിരുന്നു. മാഷിന്റെ കരച്ചിൽ അകലങ്ങളിൽ പോലും പ്രതിധ്വനിയായി കേട്ടു. നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നിന്നെ ഇഷ്ടമാണെടി. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് കേൾക്കാൻ നീ ഇല്ലാതെ പോയില്ല. ഇപ്പോഴും തോറ്റുപോയത് ഞാനല്ലേ? മാഷ് അലറി വിളിച്ച്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആ മുണ്ട് നിറയെ അവളുടെ രക്തം പടർന്നു പിടിച്ചു. അവളെയും മാറോട് ചേർത്ത് വിപിൻ മാഷ് പൊട്ടിക്കരഞ്ഞു. മാഷിന് കൂട്ടിനെന്നോണം പ്രകൃതിയും പൊട്ടിക്കരഞ്ഞു. കാലം തെറ്റിയെത്തിയ ആ മഴയിൽ മാഷിന്റെ കണ്ണീരും കൂടി കലർന്നു. വിധി പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മൾ ഇഷ്ടപ്പെട്ടതും ഒരു കൈ അകലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരും.